വീഴ്ത്തിയവർ തന്നെ ഒടുവിൽ പിന്താങ്ങി. ടി.കെ. കുട്ടി വീണ്ടും ബാങ്ക് പ്രസിഡന്റായി. കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 2 വർഷം മുമ്പ് UDF വിമതർ അവിശ്വാസ പ്രമേയത്തിലൂടെ ബാങ്ക് പ്രസിഡന്റായിരുന്ന ടി.കെ. കുട്ടിയെ അന്ന് പുറത്താക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിലെ പ്രസിഡന്റായിരുന്ന അനില ജോജോ രാജിവെച്ച സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന ടി.കെ. കുട്ടിയെ പാർട്ടി നിർദ്ദേശപ്രകാരം ബോർഡംഗങ്ങൾ ഐക്യകണ്ഠേന പിന്തുണച്ചതോടെയാണ് ടി.കെ. കുട്ടി വീണ്ടും കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇനി ഏതാണ്ട് 4 മാസം കൂടി മാത്രമേ ബാങ്ക് തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. നേരത്തെ കോൺഗ്രസിലെ 5ഉം മുസ്ലിം ലീഗിലെ 2 പേരും വിമത പ്രവർത്തനം നടത്തിയതിനെ തുടർന്നാണ് ടി.കെ. കുട്ടി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്തായത്. തുടർന്ന് അനില ജോജോ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ അബ്ദുള്ള വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനിടെ വിമത പ്രവർത്തനം നടത്തിയ 7 പേരെ കോൺഗ്രസും ലീഗും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എന്നാൽ ബാങ്ക് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് വിമതരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെങ്കിൽ നിലവിലെ പ്രസിഡന്റ് സ്ഥാനം അനില ജോജോ രാജിവെക്കണമെന്നും പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമെന്നും പാർട്ടി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് അനില ജോജോ 2 ആഴ്ച മുമ്പ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. എന്നാൽ ഇതോടൊപ്പം ബോർഡ് മെമ്പർ സ്ഥാനവും അനില ജോജോ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ബോർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതെന്നാണ് അനില ജോജോ പറഞ്ഞത്. 17 വർഷത്തോളം ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്ന ടി.കെ. കുട്ടിയെ പാർട്ടിയിലെ സീനിയോറിറ്റിയും സഹകരണ രംഗത്തെ ഭരണ പരിചയവും കണക്കിലെടുത്താണ് വീണ്ടും പാർട്ടി നേതൃത്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടി.കെ. കുട്ടിയെ ഭരണസമിതി അംഗം KG മോഹനൻ നിർദ്ദേശിക്കുകയും സുബൈർ കാരുവളി പിന്താങ്ങുകയും ചെയ്തു. UDFിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൂടാതെ കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടികളുടെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്ന നിസാർ പള്ളത്ത്, മനാഫ് പുതുവായിൽ, KG മോഹനൻ, അനില ജോജോ, ജൂലി പയസ് എന്നിവരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതായി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.